2020 കോർഡിനേറ്റർ ഇതെല്ലാം ഉണ്ടായത് അതിന്റെ പിന്നിലുള്ള സാഹചര്യം ഒരുപാട് ഭൂമി ഇടപാടുകൾ. അങ്ങനെ ഒരുപക്ഷെ കേരളത്തില് ഇത്രയും അധികം കുറ്റകൃത്യങ്ങളിൽ ഇത്രയധികം കുറ്റങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ചാനല് 2 വർഷം പ്രവർത്തിപ്പിച്ച് ജനങ്ങളെ വഞ്ചിച്ചത് എന്ന് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം സോഴ്സ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ പണം ആരുടെയാണ്? ഇത് ബലമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഇവിടുത്തെ CPM ആണ്. കാരണം CPMന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചാനലായിട്ടാണ് കഴിഞ്ഞ 2 വർഷം ഈ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിച്ചത്. ഞാൻ ഇതിന് മുന്നിലത്തെ എൻ്റെ പ്രസ് കോൺഫറൻസിലും എല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിച്ച റിപ്പോർട്ടർമാരോട് തന്നെ ഞാൻ ചോദിച്ചു, ആദ്യം നിങ്ങൾ ഇതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് പുറത്തുവിട്. നിങ്ങൾക്കത് പ്രവർത്തിക്കാനായിട്ട് അവകാശമില്ല, നിങ്ങൾക്ക് ലൈസൻസ് ഇല്ല. ഇപ്പോൾ ഇതെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ല, ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ഇല്ല. ഒരു വ്യക്തിക്ക്, ഇതിൻ്റെ ഉടമസ്ഥർക്ക് ദേശീയ സുരക്ഷ നിഷേധിക്കുക, ക്ലിയറൻസ് നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഗൗരവമായിട്ടുള്ള കുറ്റമാണ്. അപ്പോൾ ഒരു ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി, ആ രാജ്യത്തിന് തന്നെ അപകടമാണ് എന്നുള്ളതാണത്. അത്രയും അപകടകരമായ വ്യക്തികൾ 2 വർഷം ഇവിടെ ചാനൽ എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ ഈ ആളുകളുടെ കയ്യിൽ നിന്ന് അതിൻ്റെ പേരിൽ പണം പിരിച്ചു, പരസ്യങ്ങൾ മേടിച്ചു, ഈ ജനങ്ങൾക്ക് തെറ്റായിട്ടുള്ള വാർത്തകൾ നൽകി എങ്ങനെ ജനങ്ങളെ വഞ്ചിച്ചു, ഈ കേരളത്തെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്കറിയാം, മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വതന്ത്രവും നീതിപൂർവവുമായിരിക്കണം. ഇവിടെ ഒരു മാധ്യമ ചാനൽ ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും ലംഘിച്ച്, എല്ലാ നിയമങ്ങളും എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന് പോലീസ് ക്ലിയറൻസ് ഇല്ലാതെ ഒരു പാസ്പോർട്ട് പോലും കിട്ടില്ലാത്ത സാഹചര്യത്തിൽ ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെ 2 വർഷം ഒരു ചാനല് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് പറയുന്നത് അത്രമാത്രം ഗുരുതരമായ ഒരു തെറ്റാണത്. അപ്പോൾ മാധ്യമധർമ്മമല്ല, മാധ്യമ നീതിപൂർവമല്ല അങ്ങനെ ഒരു ചാനല് ഇന്ന് തന്നെ അടച്ചുപൂട്ടി ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഇന്ന് ഈ ചാനൽ ഇവിടെ അവസാനിപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഈ ചാനൽ അടച്ചുപൂട്ടണം എന്നുള്ളത് താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഹൈക്കോടതി പോലും പറയാത്ത കാര്യമാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഈ ഒരു കമ്പനി, ഇപ്പോൾ ഒരു കമ്പനി ആയിക്കോട്ടെ, അത് പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം പൊല്യൂഷൻ ബോർഡിൻ്റെ ലൈസൻസ് വേണം. അത് കഴിഞ്ഞാൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെ ലൈസൻസ് വേണം. ഇത് രണ്ടും കിട്ടിയാൽ ഇത് പ്രവർത്തനാനുമതി പഞ്ചായത്താണ് നൽകേണ്ടത്. ഇവിടെ ഒരു നിയമമുണ്ട് രാജ്യത്തിൽ, ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ ഇത് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കേസ് 1 മാസം മുമ്പ് ഫയൽ ചെയ്തതാണ്, അവരോട് 22-ാം തീയതി കോടതിയിൽ റിട്ടേൺ ആയിട്ടുള്ള അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞാണ്. ആരും വന്നില്ല, ഫയൽ ചെയ്തില്ല. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഉണ്ട്, ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ഉണ്ട്. എന്തുകൊണ്ട്, ഏത് സാഹചര്യത്തിൽ ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ഇല്ല എന്ന് ഗവൺമെന്റ് അവിടെ കോടതിയെ അറിയിച്ചു? ലൈസൻസ് ഇല്ലാതെയാണോ പ്രവർത്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഹർജി തീർപ്പാക്കിയിരിക്കുകയാണല്ലോ ഹൈക്കോടതി. കേന്ദ്ര സർക്കാർ ഇതിൽ 2 മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് തീർപ്പാക്കിയിരിക്കുകയാണ്. അപ്പൊ താങ്കൾ എന്ത് അടിസ്ഥാനത്തിൽ ഇതിനെ ഇപ്പൊ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ ചോദ്യം. ലൈസൻസ് ഇല്ലാതെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക്, റിപ്പോർട്ടർ TV ഉടമസ്ഥർക്ക് മാത്രം, റിപ്പോർട്ടർ TV ചാനലിന് മാത്രമായിട്ട് ഒരു നിയമമുണ്ടോ ഇല്ലയോ? കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോടതി തീരുമാനമായത് ഞങ്ങളുടെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്. കോടതി പറഞ്ഞ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ, ഒരു ചാനലിന്റെ ലൈസൻസ് എങ്ങനെ റദ്ദാക്കാൻ പറ്റുമെന്നാണ് കോടതി ചോദിച്ചത്. അത് താങ്കൾ മറച്ചു വയ്ക്കുകയാണോ? ഇതില് കോടതിയല്ല റദ്ദ് ചെയ്യേണ്ടത്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ സോളിറ്റർ ജനറൽ അവിടെ പറഞ്ഞത് എന്താണ്? ഇവരുടെ ദേശീയ സുരക്ഷാ സർട്ടിഫിക്കറ്റ് ഇല്ല. ഇപ്പോൾ ഉണ്ടായിരുന്ന ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ കൂടി റദ്ദ് ചെയ്തിരിക്കുന്നു. എൻ്റെ പരാതി കൊടുത്തതിന് ശേഷമാണ് ആ നടപടി ഉണ്ടായത്. കാരണം ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ
ആ പിൻബലത്തിൽ, ആ ലൈസൻസിന്റെ പിൻബലത്തിലാണ് റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ജനങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ എന്റെ പരാതി കൊടുത്തു ഞാൻ പറഞ്ഞു തീരട്ടെ. എന്റെ പരാതി കൊടുത്തപ്പോ അത് കേന്ദ്ര ഗവൺമെന്റ് അതിൽ ഇടപെട്ടു, അന്വേഷണം നടത്തി. ആ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ കൂടി സുരക്ഷാ ക്ലിയറൻസ് റദ്ദ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താണത്? അവര് ആ ലൈസൻസ് കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. വേറൊരാൾക്ക് സബ്ലീസ് ചെയ്യാൻ പാടില്ല, അത് സബ്ലീസ് ചെയ്തു എന്ന് കണ്ടതുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ എൻ്റെ പരാതി കോടതി ഡിസ്പോസ് ചെയ്തത്, ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളുമുണ്ട്, അതുകൂടി കേട്ട് 2 മാസത്തിനുള്ളിൽ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. എന്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് കൂടി എന്റെ ഓൾറെഡി ഒരു റിക്വസ്റ്റ് കേന്ദ്ര സർക്കാരിന്റെ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന സംഭവം താങ്കൾ പറഞ്ഞതോടുകൂടി, താങ്കൾ ഹർജി കൊടുത്തതോടുകൂടി 2 മാസത്തിനുള്ള തീർപ്പാക്കണമെന്ന് പറഞ്ഞു. അല്ല, അത് വ്യത്യസ്തമാണത്. അതായത് സെൻട്രൽ ഗവൺമെന്റ് അവിടെ പറഞ്ഞത് ഇവർക്ക്, അതായത് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിന്റെ കൂടി അവരുടെ ആഭ്യന്തര സുരക്ഷാ ക്ലിയറൻസ് കൂടി റദ്ദ് ചെയ്തിരിക്കുന്നു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല, ഈ ആൻഡോ അഗസ്റ്റിന് ഉണ്ടായിരുന്നില്ല, അതില്ലാതെ നടത്താൻ പാടില്ല. അവര് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആ ലേബലിൽ അത് ഉപയോഗിച്ചാണ് 2 വർഷം നിയമവിരുദ്ധമായിട്ട് നടത്തിയത്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞ എന്താണ്? അവരുടെ കൂടി, അതായത് അവരും നിയമം ലംഘിച്ചിരിക്കുന്നു, അവർക്ക് കൊടുത്ത ലൈസൻസ് കണ്ടീഷൻ ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവരുടെ ദേശീയ സുരക്ഷാ ക്ലിയറൻസ് കൂടി റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള സ്വാഭാവികമുള്ള പ്രൊസീജിയറിന്റെ ഇടയിൽ വരുന്ന കാര്യങ്ങളാണ്. അതിനിടയിലാണ് താങ്കൾ ഇപ്പോൾ ലൈസൻസ് ഇല്ല. അപ്പോ ഇതിപ്പോ 2-ാം തീയതി ഇതിൽ തീരുമാനമാകും. ഇത് ഞാൻ പറയുന്നത് ഗവൺമെന്റായിട്ട് അടച്ചുപൂട്ടുന്നതിന് മുമ്പായിട്ട് ഇവർ സ്വയമായിട്ട് ഈ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഞങ്ങൾ ഈ 2 വർഷം നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത്, തെറ്റുപറ്റി എന്ന് പറഞ്ഞ് അത് നിർത്തിവെക്കുകയാണ് ചെയ്യേണ്ടത്. ക്ലിയറൻസ് നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. അപ്പൊ ഈ 2 വർഷം അല്ലെങ്കിൽ 2022 മുതൽ ഇവർക്ക് ഒരു അറിവില്ലേ? എന്താണ് സംഭവം? അത് ആ ചോദ്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോടും അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തോടാണ് ചോദിക്കേണ്ടത്. ഞാൻ അതിന് ഉത്തരം പറയാൻ സാധിക്കില്ല. അത് തന്നെയാണ് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നതും. 2 വർഷമായിട്ട് ഒരു ചാനൽ ബേസിക്കായിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സും, അത് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ലൈസൻസും ഇല്ലാതെ എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ അനുവദിച്ചു, എന്തുകൊണ്ട് ആരും ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത്. താങ്കൾ ഉൾപ്പെടുന്ന ഒരു മുന്നണിയാണ് ഭരിക്കുന്നത്, അവിടെ മനസ്സിലാക്കാൻ താങ്കൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ലെന്നാണ്. അത് തന്നെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഞാനൊരു മുന്നണിയിൽ ചേർന്നാൽ ED അന്വേഷണത്തെ എനിക്ക് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു കഴിവില്ല എന്നുള്ളതല്ലേ താങ്കളുടെ ചോദ്യത്തിൽ വരുന്നത്? അങ്ങനെ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ കോടതിയിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. വ്യാജ വാർത്ത എന്ന് പറയുന്നു. EDയുടെ സമൻസ് താങ്കൾ പുറത്തുവിടാൻ വേണ്ടി വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് റിപ്പോർട്ടർ TV അത് പുറത്തുവിടുകയും ചെയ്തു. അതിനും താങ്കൾക്ക് മറുപടി പറയാനില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, നിങ്ങൾ റിപ്പോർട്ടർ TV ആണോ? റിപ്പോർട്ടർ TV ആണ്. ചോദ്യത്തിന് മുമ്പ് ഞാൻ നിങ്ങളോട്, നിങ്ങൾ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് നിങ്ങളുടെ സാബു M. ജേക്കബ് 2020 കോർഡിനേറ്റർ സംസാരിക്കുകയായിരുന്നു. റിപ്പോർട്ടർ TVയുടെ സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ ചാനലിന് എങ്ങനെ കഴിഞ്ഞു, അന്വേഷണമടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് വാർത്താ സമ്മേളനം.